3000-ന്റെ അടുത്ത് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം മാത്രം ചെയ്തു, റീൽസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ മുകളിൽ താഴോട്ട് ഇങ്ങനെ ഇടയ്ക്ക് സ്ക്രോൾ ചെയ്ത് പിറകോട്ട് പോകുമ്പോൾ കുറെ കാര്യങ്ങളാകുമ്പോൾ കുറെ ആൾക്കാർ ഇപ്പോഴത്തെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല റീച്ചിൽ. അവരൊക്കെ തുടക്കകാലത്ത് എന്റെ ട്രോൾ അവർക്ക് കുറെ ഗുണകരമായിട്ട് എന്നെ ട്രോൾ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയില് പക്ഷെ രേണുസുതിയും ദാസേട്ടനും തമ്മിൽ അടിച്ച് പിരിഞ്ച് അതൊക്കെ വെറുതെ ട്രോളുകളല്ലേ, അത് നേരത്തെ പറഞ്ഞില്ല. സുധിയുടെ ഭാര്യ എന്നുള്ള ലേബലിലായിരുന്നല്ലോ ശരിക്കും. ഇപ്പോഴും സുധിയുടെ ഭാര്യ എന്ന ലേബൽ തന്നെയുള്ള രേണുസുതി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ ഒരു കോമാണ്. അതായത് എന്റെ തുടക്കം, എന്റെ മനസ്സിൽ ആഗ്രഹം എന്താ, അടുത്തൊരു സിനിമ അയാൾ എടുക്കാൻ എന്നെ വിളിക്കും. മറ്റൊരു ആൾക്കാരെ പറ്റി ഇഷ്ടമായി ഉപയോഗിക്കുക, വലിച്ചത് അത് ഞാൻ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട്. ഇന്നലെ 2 കൊല്ലം മുമ്പ് വന്ന ആള് പ്രധാന ക്യാരക്ടറോട് ഞങ്ങളിപ്പോൾ തൽക്കാലം എന്താണ് ഒഴിവാക്കിയല്ല, ആ സിനിമ ഒഴിവാക്കി. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് എന്നെ ഒരാൾ വന്ന് അടിച്ചാലും തല്ലിയാലും എനിക്ക് വലിയ വിഷമം ഉണ്ടാവും. ഞാൻ അവനോട് പൊറുക്കും. പക്ഷെ ഇതെനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരായി. ഞാൻ കുറച്ച് ദിവസം വീട്ടിലാകാൻ അവളായിട്ട്. എനിക്ക് സമൂഹത്തിൽ നടക്കുന്ന പല അതിക്രമത്തിനും ഇതിനെതിരെ പ്രതികരിക്കാൻ എനിക്ക് വലിയ ആഗ്രഹം. പക്ഷേ ഞാനൊരു ഗവൺമെൻറ് ജീവനക്കാരനാണ്, എനിക്ക് പരിധി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ കുടുംബജീവിതത്തിൽ വിഷയമായിട്ട് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ വരും. അതിന് തിളപ്പിച്ച വെള്ളം എന്തായാലും പറയാ വാങ്ങി വെച്ചെടുക്കുക. ഞാൻ ക്ഷീണിച്ച് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല. ക്ഷീണം എന്നുള്ള സാധനം എന്റെ ഇതിൽ അങ്ങനെ ഉണ്ടാവാറില്ല. നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert. ഹലോ, നമസ്കാരം. എല്ലാവർക്കും മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവരും ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് എത്തുമ്പോൾ അവിടുന്ന് ദാസേട്ടനെ കാണാണ്ട് പോകാൻ പറ്റില്ല അല്ലേ? ദാസേട്ട, വെൽക്കം. താങ്ക് യു. നമസ്കാരം. എങ്ങനെ പോകുന്നു? സുഖമായി പോകുന്നോ? സുഖമായിട്ട് പോകുന്നു. അപ്പം ഈ ഒരു സായാഹ്നത്തില് നിങ്ങളുടെ ഇന്റർവ്യൂ ഈ കൊല്ലത്തെ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. 2026 പൊളിയാവുന്ന ഞാൻ വിചാരിക്കുന്നു. പൊളിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ പൊളിച്ചെടുക്കി നമുക്ക് അങ്ങനെ പോവാം അല്ലെ? ചേട്ടാ, ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയാണോ? ക്ഷീണമുണ്ടോ? ക്ഷീണമൊന്നുമില്ല. ഞാൻ ക്ഷീണിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് വരാമല്ലോ. ക്ഷീണം എന്നുള്ള സാധനം എന്റെ ഇതിൽ അങ്ങനെ ഉണ്ടാവാറില്ല. നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും. ഏത് സമയത്ത് നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. ആ ഒരു പോസിറ്റീവ് വൈബുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ. ഇങ്ങനെ ലൈം ലൈറ്റിൽ എപ്പോഴും നിൽക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. കാരണം ആ ചേട്ടന്റെ ഒരു വീഡിയോസ് വൈറലായി തുടങ്ങിയ കാലഘട്ടം മുതൽ അന്ന് നിന്ന് ആൾക്കാർ ഇന്നും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വൈറലായിട്ടില്ല. പക്ഷെ ദാസേട്ടന്റെ കണ്ടന്റുകൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ എന്താണ് ഇതിന്റെ സീക്രട്ട്? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഉയർച്ച ഉണ്ടാവാം, തളർച്ച ഉണ്ടാവാം. ഉയർച്ചയിലും തളർച്ചയിലും കൂടുതൽ സന്തോഷിക്കാതെ, തളർച്ച വരുമ്പം കൂടുതൽ ദുഃഖിക്കാതെ ഒരു മീഡിയം ലെവലിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതാണ് എന്റെ പോളിസി. ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും നമ്മള് ഇങ്ങനെ വീഡിയോസ്? ഞാൻ 2019-ലാണ് ടിക്ടോക്ക് കൂടിയാണ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ ഏകദേശം 7 വർഷം. 7 കൊല്ലം. അതെ. ഈ 7 കൊല്ലത്തില് ഈ ദാസേട്ടന്റെ ഒരു വളർച്ച എങ്ങനെയാ ശരിക്കും ഇപ്പൊ നോക്കിക്കാണുന്നത്? വളർച്ച എന്ന് പറയുമ്പം ഒരു മനുഷ്യൻ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും എന്നുള്ളതല്ല വളർച്ച. ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, അറിയാലോ. ഇപ്പൊ എന്റെ ജോലി സംബന്ധമായ കിട്ടുന്ന ഇടവേളകളിൽ ഒരു എന്റർടൈൻമെന്റ് പോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. ഈവൻ സിനിമയിൽ അഭിനയിക്കും ഞാൻ അങ്ങനെയാണ്. അപ്പം ഇപ്പൊ അടുത്ത കാലത്ത്, കുറച്ചു കാലത്ത്, ഒരു 2 വർഷത്തോളമായിട്ടാണ് ഈ സിനിമ കൂടുതൽ ഒരു എന്താ പറയാ, കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ ആ മേഖലയിൽ കൂടുതൽ ഇറങ്ങിപ്പോവാൻ എനിക്ക് താല്പര്യം വന്നത് ഈ ഒരു 2 വർഷത്തോളം. അപ്പൊ നല്ല നല്ല കഥാപാത്രങ്ങൾക്ക് നമ്മൾ ദാഹിക്കുന്നു. നല്ല നല്ല കഥാപാത്രങ്ങൾ വരുന്നുണ്ട്, അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറെ സിനിമകളുടെ ലിസ്റ്റുകൾ ആ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോ തന്നെ ആളുടെ ഒരു കരിയർ ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും. സിനിമകളുടെ പേരുകൾ അതേപോലെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയത് തിയേറ്റർ മൂവി ഇറങ്ങിയത് അപൂർവപുത്രന്മാരാണ്. അത്യാവശ്യം പിന്നെ നല്ല റോളാണ്. ഒരു കഥയിലേക്ക് പോകുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഒരു കഥാപാത്രമാണ്. അതിപ്പോ ആമസോൺ പ്രൈമിൽ OTT. നമ്മൾ ഈ റീലില് അഭിനയിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നതും സിനിമയും തമ്മിൽ എന്താ ശരിക്കും ഒരു വളരെ വ്യത്യാസമുണ്ട്. മറ്റേന്ന് നമ്മൾ സ്വന്തം കണ്ടന്റില്ലേ, നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് തന്നെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാം. സിനിമ അങ്ങനെയില്ല. പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഡയറക്ടർക്ക് അഭിപ്രായം അനുസരിച്ചുകൊണ്ട് നമ്മളെ ക്യാരക്ടറിൽ മാറ്റം വരുത്തിക്കൊണ്ട് പോകേണ്ട മേഖലയാണ് സിനിമ. അവിടെ നമ്മൾ ആ ഒരു തമാശകളി പോലത്തെ സാധനം സിനിമ ശരിയാവില്ല. സീരിയസ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു 7 വർഷത്തില് ദാസേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരാള് ശരിക്കും ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? പല രീതിയിൽ. ഏതൊക്കെ രീതിയിലായിരിക്കും? കാരണം അന്ന് ചെയ്ത കണ്ടന്റുകളും ഇപ്പൊ ചെയ്യുന്ന കണ്ടന്റുകളും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്.
അത് ഏതൊരു പോയിന്റിലായിരിക്കും അത് ശരിക്കും നമുക്ക് ട്രാക്ക് മാറ്റണം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ 2 വർഷത്തോളമായിട്ട് മൂവി എന്ന് പറഞ്ഞാൽ എനിക്ക് അതിലേക്ക് താല്പര്യം വന്ന സമയത്ത് നല്ല നല്ല കണ്ടന്റുകൾ, ഓൺ കണ്ടന്റുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സിനിമയിലെ കാര്യങ്ങൾ എടുത്ത് ചെയ്യല്ല, ഓൺ കണ്ടന്റുകൾ ഏതൊക്കെ രീതിയിൽ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി, ഞങ്ങളുടെ ടീം തന്നെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിക്കൊണ്ട് ആ രീതി ഇപ്പൊ എന്റെ ലാസ്റ്റ് കണ്ടന്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്ത് പോകാനാണ് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത്. പണ്ടത്തെ പോലെ റീൽസ്, പാട്ട്, സിനിമയിലെ പാട്ട് വെച്ച് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യുക, ഓൺ കണ്ടന്റുകൾ ചെയ്യുക, അത് ജനങ്ങളുടെ മനസ്സിൽ ഇടനേരുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോഴേ പണ്ടത്തെ കണ്ടന്റുകളൊക്കെ ജഡ്ജ് ചെയ്യാറുണ്ടോ സ്വന്തമായിട്ടിരുന്ന്? 100%. എന്താ തോന്നണേ ആദ്യം ചെയ്തിരുന്ന വീഡിയോ? അതായത് എനിക്ക് തോന്നുന്നു ഒരു 3000-ന്റെ അടുത്ത് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ചെയ്തിട്ടുണ്ട്, റീൽസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മുകളിൽ താഴോട്ട് ഇങ്ങനെ ഇടയ്ക്ക് സ്ക്രോൾ ചെയ്ത് പെർബോട്ട് പോകുമ്പോൾ കുറെ കാര്യങ്ങളാകുമ്പോൾ ഇത് ഞാൻ തന്നെ ആണോ അല്ല അതല്ല, അതിനെ കൊണ്ടൊക്കെ മോശമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാലും കുറെ ചേഞ്ച് വന്നിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, നമ്മളെ വർത്താനത്തില്, സ്വഭാവത്തില്, അഭിനയത്തിലൊക്കെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് എനിക്ക് ഗുണകരമായിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമകൾ തന്നെ വിളിക്കുന്നുണ്ട് അഭിനയിക്കാനൊക്കെ. അത് ആ ചേഞ്ച് കൊണ്ടായിരിക്കാം എനിക്ക് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അന്നത്തത് വെച്ച് നോക്കുമ്പോഴേ ഇത്ര വേണ്ടായിരുന്നു, ഇത് ഇച്ചിരി പൊടിക്ക് കുറയ്ക്കായിരുന്നു എന്നൊരു ചിന്ത തോന്നാറുണ്ട്. ഇപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴേ ഏറ്റവും ഒരു ശരി ഇതിനെ കാണണ്ട എന്ന് മാറ്റി വെക്കുന്ന വീഡിയോസ് ഉണ്ടോ? ഞാൻ ഡാൻസ് പഠിച്ച ആളൊന്നല്ല, അറിയാലോ. അപ്പൊ നമുക്ക് സ്വതസിദ്ധമായ ശൈലിയിൽ നമ്മൾ കുറെ പ്രകടനങ്ങളെ കാഴ്ചവെക്കാറുണ്ട്. അതൊക്കെ ഇപ്പം കാണുമ്പം, പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അവരെ കുറ്റം പറയില്ല, അവരെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നാറുണ്ട് അന്നത്തെ സംഗതി കുറച്ച് ഓവറല്ലേ, കുറച്ച് കുറയ്ക്കാമായിരുന്നില്ല എന്നൊക്കെ തോന്നാറുണ്ട്. ലേശം. ഇപ്പൊ ഈ ഒരു സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊന്ന് ഈ 2 വർഷത്തെ ഗ്യാപ്പിന് തൊട്ട് മുന്നേ തൊട്ടുള്ള സമയങ്ങളിൽ തന്നെ ദാസേട്ടൻ ആ ട്രാക്ക് മാറ്റി തുടങ്ങിയിരുന്നു. അത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? കാരണം കുറച്ചും കൂടി സിനിമാറ്റിക് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തു തുടങ്ങിയിരുന്നു. ആ സമയത്ത് ചേട്ടൻ്റെ കൂടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്യപ്പെട്ടവരിൽ നിന്ന് പെട്ടെന്നൊരു ഡ്രിഫ്റ്റ് ആയിരുന്നു. അതെങ്ങനെയാണ് ശരിക്കും അതുണ്ടായത്? അതായത് നല്ല നല്ല ആദ്യം ചെയ്തതെന്ന് കുറെ മാറ്റം വരുത്താൻ വിചാരിച്ചത്, ഞാൻ സിനിമകളിലൊക്കെ 2-3 നല്ല സമയമാണ് എൻ്റെ ഫസ്റ്റ് മൂവി അമർലുവിൻ്റെ. സിനിമകളിൽ അഭിനയിച്ച് വന്ന ഒരു ഘട്ടത്തിൽ ആ സിനിമകൾ അഭിനയിക്കുന്ന ആളാകുമ്പോൾ കുറച്ചൊക്കെ ചേഞ്ച് വരുത്തുമെന്ന് വിചാരിച്ച് എൻ്റെ സുഹൃത്തുക്കൾ കുറെ ആൾക്കാരുടെ ഉപദേശിച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യുക ദാസേട്ട നന്നാവും. അങ്ങനെ ഒരു കൂട്ടം സുഹൃത്ത് വലയങ്ങളിലെ വികാരം മനസ്സിലാക്കി എനിക്കും മാറ്റം വരണമെന്ന് വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് മാറ്റിയത്. ഈ ട്രോൾസ് ഒക്കെ ഒരുപാട് ആദ്യം വന്നിട്ടുണ്ടല്ലോ, അതില് കുറവാ. ഇപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ട്രോൾസ് വരൂല. അതെ, അന്ന് ട്രോളുകൾ കുറെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് നല്ലതായപ്പോ അത് മെയിൻ ആയിട്ടുള്ള കാര്യം, കുറവായിരിക്കും. അന്ന് ട്രോളുകളിൽ ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന ഏതെങ്കിലും ട്രോൾസ് ഉണ്ടോ? അന്ന് അങ്ങനെ മനസ്സിൽ നിൽക്കാൻ പറയുമ്പോ ഒക്കെ ട്രോൾ തന്നെ ആയിരുന്നു, വ്യത്യാസമൊന്നുമില്ല. അന്ന് ഇപ്പൊ നമ്മളെ കുറെ ആൾക്കാർ, ഇപ്പത്തെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല റീച്ചിൽ. ഇപ്പത്തെ അവരൊക്കെ തുടക്കകാലത്ത് എന്റെ ട്രോൾ അവർക്ക് കുറെ ഗുണകരമായിട്ടുണ്ട്, എന്നെ ട്രോൾ ചെയ്തിട്ട്. പിന്നെ അവരുടെ പേരുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പത്തെ കുറെ ആൾക്കാരൊക്കെ അന്ന് എന്റെ കുറെ ട്രോൾ ചെയ്തിട്ട് അവർക്ക് കയറാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പം അന്ന് എന്റെ ഡാൻസ് കളിയുണ്ട്, ഒരു പ്രത്യേക സ്റ്റൈലില്, ഒരു നമ്മളെ ഇതില്ലേ, നമ്മളെ ഷോക്കപ്സർ പോലെയൊക്കെയാണ് എന്റെ ചാട്ടങ്ങളൊക്കെ. അതൊക്കെ പൂർണ്ണമായിട്ട് യൂട്യൂബിൽ അതുപോലെ തന്നെ ട്രോളുകളിൽ വന്നിട്ടുണ്ട്. അന്ന് എനിക്കത് കൊറോണ സമയത്താണത്. പാലാ സജിയായിട്ടുണ്ടായിരുന്നു, പാലാ സജിയായിട്ടും ദാസേട്ടൻ കോഴിക്കോട്. ഈ 2 വ്യക്തികൾ നോർത്തും സൗത്തും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതായത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തതാണ്, 2 സൈഡ് ഭരിച്ചുകൊണ്ട്. ഇപ്പൊ ഈ 2 ആൾക്കാർ ഓരോ ദിവസം ഇടുന്ന റീലുകൾ, ഓരോ ദിവസം ഇടുന്ന കണ്ടന്റുകൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഭയങ്കര ട്രോളായി എടുത്ത് അവർ റീച്ച് ആക്കിയിട്ടുണ്ട്. അതായത് നമ്മളെ ഈ ഒറ്റയ്ക്ക് പടർന്ന് പന്തലിക്കാൻ കഴിയില്ല, മരത്തിനെ ചുറ്റിപ്പറ്റി ചില ബോട്ടണിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, ചില അതേപോലെയാണ്. ഞാൻ അവരെ കുറ്റം പറയില്ല, അങ്ങനെ രീതിയിലേക്ക് ഞങ്ങൾ ചെയ്ത കണ്ടന്റുകൾ അവർക്ക് ഗുണകരമായിട്ടുണ്ട്. അവരൊക്കെ ഇപ്പം വലിയ വലിയ യൂട്യൂബേഴ്സ് ആയി മാറിയിട്ടുണ്ട്. അവരുടെ പേരെന്ന് ഞാൻ പറയും. ഇതിങ്ങനെ ഓരോരുത്തർക്ക് നമ്മൾ ചോറാവുമ്പോഴേ, നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞൊരു ഇന്റർവ്യൂല്, അതിനു മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂല് അതിനെ പറ്റി സംസാരിച്ച് 55ഓളം സ്ത്രീകൾക്കാണ് ഞാനൊരു പുതിയൊരു വഴി ഒരുക്കി കൊടുത്തതെന്ന്. ഈ കണക്ക് കറക്റ്റ് ആണ്? അല്ല, അതായത് 50ഓളം ആൾക്കാർ എന്നോട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അപ്പം ധാരാളം ആൾക്കാർ, ഇപ്പം ഒരാൾ ദിലീപേട്ടന്റെ പവി കെയർടേക്കിൽ നായികയായിട്ട് വന്നിട്ടുണ്ട് കുട്ടി. പിന്നെ ഒരു വൈറലായത് രേണുസുധീനെ എന്റെ റീൽസിൽ കൂടെ വന്ന് ഞാനാണ് വിളിച്ചത്. രേണു വന്നിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാർ, അങ്ങനെ ഒരു ആൾക്കാരൊക്കെ നല്ല, ശ്രീലക്ഷ്മി വന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മി എന്റെ റീലിൽ കൂടെ വന്ന കുട്ടിയാണ് ശ്രീലക്ഷ്മി.
അങ്ങനെ ഇപ്പോഴും കുറെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവർക്കൊക്കെ എന്താ എന്നെ സംബന്ധിച്ച് എന്റെ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാരൊന്നല്ല. എന്റെ കൂടെ നിന്ന റീച്ചുള്ള ഒരാളാണ് ഞാൻ. റീച്ചുള്ള ആളാകുമ്പോൾ കൂടെ നിന്ന് റീച്ച് വന്ന് സ്വാഭാവികമായി അവർക്ക് വളരാനുള്ള ഒരു വഴി ഉണ്ടായിരിക്കും. അങ്ങനെ സിനിമകളിലൊക്കെ രേണു ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഇപ്പം. പിന്നെ നേരത്തെ പറഞ്ഞ കുട്ടി പവ്യ കേട്ടേക്കിൽ അഭിനയിച്ചു, എന്റെ ആൽബത്തിൽ എന്റെ കൂടെ നായികയായിട്ട് വന്ന കുട്ടിയാണ്. അങ്ങനെ കുറെ ആൾക്കാർ ഷോർട്ട് ഫിലിമുകൾ വെബ് സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഒരു സന്തോഷമാണ്. എന്നോട് പല ആൾക്കാരും ചോദിക്കുന്നത് ആ വെബ് സീരീസിൽ കണ്ട കുട്ടി ദാസറിന്റെ കൂടെ റീൽ ചെയ്ത കുട്ടിയല്ലേ? അതെ, അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ രേണുസുതിക്ക് ഒരു പുതിയൊരു തീർച്ചയായും 100%. പിന്നെ ഞാനും രേണുസുതി ഇപ്പൊ 2 ദിവസം മുമ്പ് ആൽബം ചെയ്തിട്ടുള്ളൂ, മന്ദാരച്ചേരി. ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ 2 ദിവസം മുന്നേ. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അപ്പൊ നമുക്ക് എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ എന്നെ അങ്ങനെ മറക്കൂല, അതെനിക്ക് ഉറപ്പുണ്ട്. ആരാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ രേണു പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ശ്രീലക്ഷ്മി പറയാറുണ്ട് ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ റീൽ ചെയ്തിട്ട് വന്നിട്ടൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ആരും എന്നെ ഇട്ടേച്ച് പോയിട്ടില്ല. അതായത് ഏതൊരാളാണെങ്കിലും 2 വർഷം കഴിഞ്ഞ് കാണുകയാണെങ്കിൽ ആ ദാസേട്ടാ എന്താ സുഖം തന്നെയല്ലേ ഓർമ്മ. ആ സൗഹൃദം എപ്പോഴും അവരായിട്ട് എനിക്ക് തുടരാൻ കഴിയുന്നുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയയില് പക്ഷെ രേണുസുതിയും ദാസേട്ടനും തമ്മിൽ അടിച്ച് പിരിഞ്ച് അതൊക്കെ വെറുതെ ട്രോളുകളല്ലേ. അത് നേരത്തെ പറഞ്ഞില്ലേ, ട്രോളുകളാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞാനും ശ്രീലക്ഷ്മി നല്ല സുഹൃത്തുക്കളാണ്, ഞാൻ രേണുസുതി നല്ല സുഹൃത്തുക്കളാണ് എല്ലാവരും. ഇപ്പൊ ശ്രീലക്ഷ്മിയും രേണുസുതിയും ഒരു കോൾഡ് വാർ പോലെ നമ്മള് കാണാറുണ്ട്. അപ്പൊ ഇവരുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിട്ട് നിൽക്കുമ്പോ അതൊരു എന്നെ സംബന്ധിച്ച് രണ്ടുപേരും എന്റെ നല്ല ഫ്രണ്ട്സ് ആണ്. ഇപ്പം ബാക്കി വിഷയങ്ങളൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല, എന്താണെന്നും അവരോട് തന്നെ ചോദിക്കും. അപ്പം ചേട്ടനും രേണുസുതിയും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല? എന്ത് പ്രശ്നം? ഞങ്ങളിപ്പോ ലേറ്റസ്റ്റ് ആൽബത്തിന്റെ കുറെ കട്ട് ഷോട്ടുകളൊക്കെ ഇപ്പം മന്ദാരച്ചേരി, പിന്നെ അതൊക്കെ വെറുതെ പറയാ. ശരിക്കും ഇങ്ങനെ ചേട്ടന്റെ റീലിലൂടെ അല്ലെങ്കിൽ സിനിമാറ്റിക് ചാന്ത് കുടഞ്ഞൊരു ആ സമയത്ത് വിവാദം എന്നൊക്കെ നമുക്ക് പറയാം. വിവാദമായ ഒരു അതിൽ നിന്ന് ഇന്നത്തെ രേണുസുധീനെ ചേട്ടൻ കാണുമ്പോഴേ ഒരു ഡിഫറൻസ്. ഇപ്പം അന്നത്തെ അതിന് വന്ന ആളും ഇപ്പൊ കാണുന്ന. അതെ, ഞാൻ പറയല്ലോ, ഫെബ്രുവരി 19 ഞങ്ങളെ ചാന്ത് കുടഞ്ഞ റീൽ ഇറങ്ങിയത്. ഫെബ്രുവരി 19 ഇറങ്ങിയിട്ട് ഓഗസ്റ്റ് മാസത്തിൽ ബിഗ് ബോസ് കയറി രേണുസുധി. ബിഗ് ബോസിൽ രേണുസുധിക്ക് കയറാൻ സഹായകമായ പല ഘടകങ്ങളും അവളെ വളർച്ചയിലും അവളെ റീലുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു വെറൈറ്റി സിനിമാറ്റിക് ലെവലിൽ റീൽസിലേക്ക് ഞാൻ വിളിച്ചു, രേണു വന്നു. ഞാൻ ഒരിക്കലും രേണു വരുമെന്ന് പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ. എന്റെ ഫ്രണ്ട്ഷിപ്പുള്ള ആളാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഗതി ചെയ്യുന്നുണ്ട്, രേണു താല്പര്യമുണ്ടോ? ആ ചേട്ടാ വരാം. വന്നു, പാട്ട് സെലക്ട് ചെയ്തു. ഈ പറഞ്ഞ പാട്ട് സെലക്ട് ചെയ്തിട്ടല്ല രേണുവിനെ വിളിക്കുന്നത്, അത് പ്രത്യേക പോയിന്റ് ആണ്. റീല് ചെയ്യാനാണ് രേണുവിനെ വിളിക്കുന്നത്. പിന്നെ രാവിലെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എന്റെ കാറിൽ ഈ FM ഈ പാട്ട് കേട്ടു, ചാന്ത് കുടഞ്ഞൊരു. അങ്ങനെ ഡിസ്കസ് ചെയ്തു. രേണു ഓക്കെ, ഡിബിന്റെ പണം ക്യാമറമാനും ഡിസ്കസ് ചെയ്തു. അങ്ങനെ സെറ്റായ സാധനമാണ്. പിന്നെ പാട്ട് സെറ്റ് ആക്കിയിട്ടല്ല റീൽ ചെയ്യാൻ വിളിച്ചത്. റീല് ചെയ്യാൻ ഓക്കെ പറഞ്ഞ ശേഷമാണ് ഞങ്ങൾ പാട്ട് സെലക്ട് ചെയ്തത്. ഈ കുറച്ച് ഇന്റിമേറ്റ് സീനുകൾ വരുന്ന റീൽ ആയതുകൊണ്ട് തന്നെ അന്ന് സുധിയുടെ ഭാര്യ എന്നുള്ള ലേബലിലായിരുന്നല്ലോ ശരിക്കും. ഇപ്പോഴും സുധിയുടെ ഭാര്യ എന്നുള്ള ലേബൽ തന്നെയാണ് രേണു സുധിക്ക്. ഇപ്പോഴും സുധിയുടെ ഭാര്യ എന്നുള്ള ലേബലുണ്ട്. പക്ഷെ ഇപ്പൊ രേണുസുധിക്ക് രേണുസുധിയുടേതായ ഒരു ലേബൽ. അങ്ങനെയല്ല പറയുന്നത്, രേണുസുധിന്റെ പ്രൊഫൈൽ പിക്ക് ഇപ്പോഴും സുധീന്റെ ആണല്ലോ. അത് തീർച്ചയായും. അപ്പൊ രേണുവിന് സ്വന്തമായ ഐഡന്റിറ്റിന്റെ രേണുവിന്റെ പ്രൊഫൈൽ വെച്ച് വെച്ചൂടെ? രേണു ആക്ച്വലി ഒരു രേണു സ്വന്തമായി ബിഗ് ബോസ് കൂടെ ഒരു ഐഡന്റിറ്റി രേണു ഉണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മളെ പകുതിയോളം ആൾക്കാർ കൊല്ലം സുധീന്റെ ഭാര്യ രേണുസുധി പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലേ? രേണു പറഞ്ഞിട്ടുണ്ടോ കൊല്ലം സുധീന്റെ ഭാര്യ അല്ല ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, രേണു 100% കൊല്ലം സുധീന്റെ ഭാര്യയാണ്. അവര് തമ്മിൽ അത്രയും ഇഷ്ടമായിരുന്നു. ഇപ്പോഴും രേണു സ്വന്തം അവര് ഭർത്താവിനെ തള്ളി പറഞ്ഞു എന്നല്ല നമ്മൾ പറയുന്നത്. രേണുസുധി ഇപ്പൊ ശരിക്കും രേണുസുധിയുടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. പിന്നെ അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ കൊല്ലം സുധീന്റെ ഭാര്യയാണെന്ന രീതിയിൽ രേണു ഇപ്പോഴും പല ആൾക്കാരെ കൊല്ലം സുധീന്റെ ഭാര്യയല്ലേ. ആ സുധീനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. സുധി ഒരു സോഷ്യൽ അല്ല, ഒരു സെലിബ്രിറ്റി അല്ലേ സുധി. അതെ അതെ. അതേപോലെ ഇപ്പം എനിക്കൊന്ന് ബിഗ് ബോസിന് ശേഷം ഒരു നെഗറ്റീവിലാണ് പുള്ളിക്കാരി പോയതെങ്കിൽ ബിഗ് ബോസിന് ശേഷം ശരിക്കും രേണുസുധിക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പുറത്തെ ഷോകൾ വരുന്നത് അതിന്റെ ബേസിലാണ്, രേണുസുധി എന്നുള്ള ഒരാളുടെ പേരിലാണ്. സ്റ്റിൽ അവര് സുധിയുടെ ഭാര്യ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഓക്കെ, സെറ്റാണ്. അതന്നെ ഞാനും പറഞ്ഞത്. നമ്മുടെ ഈ പുതിയ ആൽബം അതിനെപ്പറ്റി രൺജിത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മന്ദാരച്ചേലിയുടെ ഞാൻ കുറെ നാളായി ഒരു ഇത്രയും ഇന്റിമേറ്റ് ആയിട്ടൊരു ലവ് സീനൊക്കെ ഉള്ള ഒരു ആൽബം ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. ഇതൊരു വൻ ചർച്ചയാവാൻ ചാൻസ് ഉണ്ട് ഇതിന്റെ റിലീസിന് ശേഷം. എന്താണ് ശരിക്കും മന്ദാരച്ചേൽ? മന്ദാരച്ചേൽ എന്ന് പറയുമ്പം നല്ല റൊമാൻറ്റിക് ആണ്. അതായത് റൊമാൻറ്റിക് എന്ന് പറയുമ്പം നമ്മളിപ്പം എന്താ പറയാ,
കൈ പിടിക്കാതെ ഹഗ് ചെയ്യാതൊന്നും പൂർണ്ണ റൊമാൻറ്റിക് എവിടെ ഉണ്ടാവില്ല ഉണ്ടോ? ഇല്ലില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സിനിമയിൽ ഇപ്പോൾ ആര് ചെയ്യുകയാണെങ്കിലും ഏതൊരു വലിയ സിനിമാ നടൻ ചെയ്യുകയാണെങ്കിലും സിനിമാ നടി ചെയ്യുകയാണെങ്കിലും ചെയ്യാറുണ്ട്. റൊമാൻറ്റിക് അല്ലേ? അതേപോലത്തെ സംഗതികൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ചെയ്തു. ഈ ആൽബത്തിൻ്റെ അകത്ത് അത്രയും വേറെ വ്യത്യാസമൊന്നുമില്ല. സിനിമകൾ ചെയ്യുമ്പോൾ അത് പാടും, ആൽബം ചെയ്യുമ്പം അല്ലെങ്കിൽ റീൽ ചെയ്യുമ്പോൾ പാടില്ല. അങ്ങനെ രണ്ട് തരത്തിൽ ചിന്താഗതി എനിക്കില്ല. അഭിനയം തന്നെ എവിടെയാണെങ്കിലും റീലാണെങ്കിലും അല്ലേ, ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന റീലല്ലേ? തീർച്ചയായും സിനിമേനേക്കാൾ കൂടുതൽ കാണുന്ന റീലല്ലേ? ആ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് എന്താണോ സിനിമയെ കൊടുക്കാൻ പറ്റുന്നത് അതേപോലെ റീൽസിൽ കൊടുക്കുന്നു, ആൽബത്തിൽ കൊടുക്കുന്നു. ആ വ്യത്യാസം. അപ്പൊ മന്ദാരച്ചേല ഇറങ്ങി കഴിയുമ്പോ രേണുചേച്ചി പറഞ്ഞതുപോലെ ഇതൊരു വിവാദമാവാൻ ചാൻസ് ഉണ്ടെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? നമ്മള് കുറെ വിവാദങ്ങൾ കണ്ട ആളല്ലേ, ഒരു വിവാദമാവട്ടെ. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ നെഗറ്റീവ് പറയണം, നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ പുതിയ ആൽബത്തിന് ഒരു പുഷ് ആയിക്കോളൂ എന്ന്. ആണല്ലേ? അപ്പോ അങ്ങനെ ഒരു നെഗറ്റീവ് മനഃപൂർവ്വമാണോ? അങ്ങനൊന്നുമില്ല. ആ പാട്ടിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ അതിലൊരുക്കി എന്നല്ലാതെ അത് മനഃപൂർവ്വം ഒന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ റീല് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ പറഞ്ഞ് പാട്ട് സെലക്ട് ചെയ്തത്. ഇത് അങ്ങനെയല്ല, പാട്ട് രണ്ട് കൂട്ടരും ആൽബത്തിൽ കേട്ടതിന് ശേഷമാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഗൈസ്, നമ്മുടെ ഇവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴും മൊത്തത്തിൽ അത് തന്നെ ഉണ്ട്. നിങ്ങളുടെ ആൽബം വരുന്നുണ്ട്, ഇനി അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പ്രശ്നങ്ങൾ നോക്കാതല്ലേ? ഓക്കെ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, കുഴപ്പമൊന്നുമില്ല, തമ്മില് പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നിങ്ങളുടെ ആ വീട്ടിലേക്ക് വന്നിട്ടുള്ള വീഡിയോസിനകത്തും താഴെ കുറച്ച് പേജിന്റെ താഴെ കമന്റുകൾ ഉണ്ട്, ഇവരൊന്നായോ വീണ്ടും, ഇവരുടെ വഴക്ക് തീർന്നോ എന്നുള്ള. ആൾക്കാർക്ക് നിങ്ങൾ കുറച്ചുകൂടെ വഴക്കിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം തോന്നുന്നുണ്ട്, എനിക്കറിയാം. ഞങ്ങളിപ്പോ നല്ല സുഹൃത്തുക്കൾ. ഞങ്ങളതിന് രേണു ബിഗ് ബോസ് വന്ന ശേഷം ഞങ്ങളൊരു മാറ്റം തന്നെ ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. റൊമാൻറ്റിക് ഷോർട്ട് ഫിലിം ഒന്നല്ല. അതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഈ ആൽബത്തിൽ ഒന്നിച്ചു ചേരുന്നത്. ചേട്ടാ, ഇപ്പം നമ്മളൊരു ഗവൺമെന്റ് ജോലിയിൽ നിൽക്കുന്ന ഒരാളാണ്. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് റീൽസുമായിട്ട് ഇങ്ങനെ പോകുമ്പോ ഒരു ഇടയ്ക്ക് നമ്മൾ കണ്ടിരുന്നു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസിൽ റീൽ ചിത്രീകരണം തന്നെ പ്രശ്നമാണ്. അപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി നിന്ന് റീൽസിൽ ഇത്രയും സജീവമായിട്ടിരിക്കുമ്പോ അത് നമ്മുടെ ജോലിയെ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ഒരു ബാധിക്കും? ജോലി രാവിലെ 10 മുതൽ 5 വരെ കൃത്യമായി നമ്മൾ ചെയ്യുക. ആ ദിവസം നമ്മൾ ലീവ് ആണെങ്കിൽ ലീവ് ലെറ്റർ നേരത്തെ എഴുതി കൊടുക്കുക. ഇന്ന ദിവസം ഞാൻ ലീവാണ്, എനിക്ക് എലിജിബിൾ ആയ ലീവ് ഞാൻ എടുക്കുന്നു. ഓക്കെ ആണല്ലോ? 10 മുതൽ 5 വരെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ജോലി മാത്രം. ആ സമയത്ത് ഇടവേള, ആ സമയത്ത് ഒരിക്കലും ഒരു റീല് പോസ്റ്റ് ചെയ്യോ ഒരു പോസ്റ്റ് പോലും സ്റ്റോറി പോലും ഞാൻ ഇടാറില്ല. അതെന്റെ ജോലി സമയമാണ്. ജോലി 5 മണിക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ എനിക്ക് എന്തും ചെയ്യാം. നമ്മൾ അതുവരെ ഷൺമുഖദാസും പിന്നെ നമ്മള് പ്രൊഫഷനാണ്, നമ്മൾ കൃത്യമായിട്ട് അവിടെ ജോലി ചെയ്യുക, കൃത്യമായ ലീവ് ലെറ്റർ കൊടുത്തുകൊണ്ട് ലീവ് എടുക്കുക. പിന്നെ ഗവൺമെന്റിന് എനിക്ക് ഓൾറെഡി പെർമിഷൻ ഞാൻ വാങ്ങിയിട്ടുണ്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അതെനിക്ക് കൃത്യമായി പെർമിഷൻ തന്നിട്ടുണ്ട്. അത് വെച്ച് നല്ല കൃത്യമായിട്ട് അവിടെയും ബുദ്ധിമുട്ടില്ലാതെ ഇവിടെയും ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകും. രണ്ട് കാര്യത്തിലും നമ്മൾ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്നുണ്ട്. 100%. ഓക്കെ, ഈ ശരിക്കും ഈ റീൽസിലേക്കൊക്കെ അല്ലെങ്കിൽ ടിക്ടോക്കിലേക്കൊക്കെ എങ്ങനെയാ ചെയ്ത് തുടങ്ങിയത് ശരിക്കും? ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ആൺകുട്ടികളായിരുന്നു, പിന്നെ ഒരു മോള് ജനിച്ചു. മകള് ജനിച്ച സമയത്ത് വൈഫ് പറഞ്ഞു 3ാമതൊരു കുട്ടിയായി. എൻ്റെ വൈഫ് ഒരു ടീച്ചറാണ്, അവള് തിരക്കുള്ള ടീച്ചറാണ്, തിരക്കുള്ള മാനേജ്മെന്റ് സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ അവർക്ക് ഗവൺമെന്റ് സാലറി ആണെങ്കിലും മാനേജ്മെന്റ് സ്കൂളാകുമ്പോൾ പല പല ലിമിറ്റേഷൻസ് ഉണ്ട്. കുട്ടികൾ ഉണ്ടാവില്ല. കുട്ടികളെ വെക്കേഷൻ സമയത്ത് കുട്ടികളെ പിടിക്കാൻ വേണ്ടി വീട്ടിൽ പിടിക്കാൻ മനസ്സിലായില്ലേ, കോഴിക്കോട് ഭാഷയാണ്. മോനെ പെൻസിൽ കൊടുക്കും, പെന്ന് കൊടുക്കും, പുസ്തകം കൊടുത്ത് ബാഗ് കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ടുപോകണം. എന്തായാലും സ്ട്രെങ്ത് കുറവായിട്ടുള്ള സ്കൂളാണ്. അപ്പൊ അവൾ അത്രയും തിരക്കിനിടയ്ക്ക് ഒരു 3ാമത്തെ കുട്ടി ഞങ്ങൾക്ക് ജനിച്ചു. അപ്പം അവൾ അതിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുത്തിരുന്നു. അപ്പൊ പിന്നെ ഈ കുട്ടി ജനിച്ച സമയത്ത് അവൾക്ക് തിരക്കുണ്ടല്ലോ. അപ്പോൾ അവൾ പറയും ഓക്കെയാണ് മോളെ, ഞാൻ വൈകുന്നേരം ആവുന്ന സമയത്ത് എനിക്ക് നിങ്ങൾ അടുക്കളപ്പണി നോക്കണം, ബാക്കി 2 ആൺകുട്ടികളെ കാര്യം നോക്കണം ഒക്കെ ആകുമ്പോൾ അപ്പൊ മോളെ ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ കയ്യിലെടുത്ത് തരാറ്. പാല് കൊടുക്കാൻ വേണ്ടി അവളെ എടുത്ത് കൊടുക്കും, പിന്നെ അവൾ എൻ്റെ അടുത്ത് തരും. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ കുട്ടീനെ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയല്ലേ, 8-9 മാസം 7-8 മാസമൊക്കെ ആവുമ്പോൾ കുട്ടിയാണ്. അങ്ങനെ ഈ കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നൊരു നോക്കിയ പോലത്തെ ഫോണാണ് എനിക്കുള്ളത്. തോണ്ടാനും അറിയില്ല, ഫോട്ടോ എടുക്കാതെ ഫോൺ ഇറങ്ങിയിട്ടുണ്ടേ, കൂടുതലൊന്നും ഞാൻ ഇതിനെ പറ്റി അറിയില്ല. അങ്ങനെ എൻ്റെ ഒരു കസിനാണ് ഇങ്ങനെ ഈ ടിക്ടോക്ക് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്. അത് വെച്ചു. ആ വെച്ച സമയത്ത് അതിൽ ഡാൻസും പാട്ടും നമ്മൾ കളിക്കും. കുട്ടീനെ എൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തും. ഞാൻ കളിക്കുമ്പോൾ കുട്ടി ഇരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു ബഫൂണ് പോലെ കോമാളി പോലെ ഇടപെട്ടാൽ മാത്രമേ കുട്ടികളെ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ. മോളെ നോക്ക് എന്ന് പറഞ്ഞാൽ കുട്ടി ഇരിക്കൂല. അപ്പം കുട്ടി ഇവിടെ നിൽക്കുന്ന കുട്ടി അതിൽ കൂടെ കുട്ടീനെ കാണും, അച്ഛനെയും കാണും. ആ അച്ഛനല്ല ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു കുട്ടിക്ക് സന്തോഷമാവും. അങ്ങനെ ആ സമയത്ത് ഞാൻ ഒരു മുണ്ട് മാത്രം കൊടുത്തു, ഷർട്ടൊന്നും ഇടാറില്ല. എന്താ വെച്ചാൽ അറിയില്ല, കൂടുതൽ അതിനെപ്പറ്റി അറിയാം. ഇതിങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, 10 ആൾ കാണുമ്പോൾ നമുക്ക് കൂടുതൽ അറിയില്ല. അങ്ങനെ അതിൻ്റെ അകത്ത് ചെയ്ത് കുട്ടിക്ക് സന്തോഷമായി, എനിക്കും സന്തോഷമായി. പിന്നെ എനിക്ക് ഹരായി മാറി. ഇത് കുഴപ്പമില്ലല്ലോ. അങ്ങനെ കമന്റുകൾ കൂടി, ഷെയറുകൾ കൂടി, അങ്ങനെ
ഓൾറെഡി ഇപ്പം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ ഒരു കോമാളി, അതായത് എന്റെ തുടക്കം 2019 പറയുന്നത് കേട്ടോ, തുടക്കം. അപ്പൊ ആൾക്കാർ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഞാനും കുഴപ്പമൊന്നുമില്ല, എന്താ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കുട്ടി ഹാപ്പിയാണ്. എനിക്ക് കറക്റ്റ് എനിക്ക് ഭക്ഷണം വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്, കുട്ടി ഹാപ്പി ഇല്ലേ. എനിക്ക് അടുക്കളയിൽ അങ്ങനെ കയറി ജോലി ചെയ്യാൻ അങ്ങനെ അറിയുന്ന ആളൊന്നുമല്ല കേട്ടോ. ചായ ഉണ്ടാക്കും നല്ലതാ, കൃത്യമായ ഭക്ഷണം തരുന്നു, വൈഫ് ഹാപ്പി, കുട്ടി ഹാപ്പി, ഞാനും ഹാപ്പി, നാട്ടുകാർ ഹാപ്പി. അപ്പൊ ട്രോളുകൾ വരാൻ തുടങ്ങി. അപ്പൊ നമ്മളത് മൈൻഡ് ചെയ്യാതെ വിടാൻ തുടങ്ങി. ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പറയുമ്പോൾ, പിന്നെ അത് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. എൻ്റെ വീടിൻ്റെ മുമ്പ് കൂടെ ആൾക്കാർ, മെയിൻ റോഡ് സൈഡിൽ എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ആ ചെങ്ങായി കണ്ടില്ലേ രാവിലെ തന്നെ തുടങ്ങി, അല്ല വൈകുന്നേരം തുടങ്ങി പറയും ആൾക്കാർ പറയുമായിരുന്നു. പിന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അവർ മാറിക്കും. പുള്ളി അത് എടുക്കുമ്പോൾ നമ്മൾ ക്യാമറ കൊടുക്കണ്ട, പുള്ളി എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നു. നല്ല നല്ല സംഗതികൾ ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ അംഗീകരിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നു 2020 ടിക്ടോക്ക് നിർത്തിയല്ലോ, 20 നിർത്തിയല്ലോ. പിന്നെ റീൽസിൽ വന്നു. റീൽസ് വന്ന സമയത്ത് കുറച്ചുകൂടി നമുക്കൊരു പബ്ലിസിറ്റി കിട്ടി റീൽസിൽ. എന്നുവെച്ചാൽ ഇൻസ്റ്റാഗ്രാം തന്നെ ആപ്പ് ബിസിനസ്സുകാർ, സിനിമാടന്മാർ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ആപ്പിൽ നിന്ന് റീൽസ് തന്നെ ഫെസിലിറ്റി അതിൽ വന്ന ശേഷം ആളുകൾ കയറാൻ തുടങ്ങി. പണ്ട് ഇൻസ്റ്റാഗ്രാം തന്നെ അങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കുക, അതൊരു വലിയൊരു പൈസക്കാര കൺസെപ്റ്റ്. ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു, ഫേസ്ബുക്ക് മാത്രം ആൾ ഉപയോഗിച്ചത്. പിന്നെ അതിൽ റീൽസ് വന്നതോടുകൂടി എല്ലാവരും അതിൽ ഇടിച്ചു കയറി. ഏത് ടിക്ടോക്കേഴ്സ് മാറി റീൽസോളികളായി മാറി. ടിക്ടോക്കേഴ്സ് റീൽസോളികളായി മാറി. സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു ഈ ടിക്ടോക്കിൽ നിന്ന് റീൽസിലേക്ക്. സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു. എനിക്കൊരു 10-60ഓളം വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് റീച്ച് കിട്ടിയത് ഇൻസ്റ്റാഗ്രാമിൽ. കുറച്ച് കഷ്ടപ്പാടാണ് അതിൻ്റെ അകത്ത്, ടിക്ടോക്ക് പോലെയല്ല. പിന്നെ ആൾക്കാർ അംഗീകരിക്കാൻ തുടങ്ങി, നല്ല നല്ല സംഗതികൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 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 പിന്നെ 2020 പകുതിയോട് കൂടി എന്ന് പാലാ സജീറിനെ എനിക്ക് ടിക്ടോക്ക് മുതൽ അറിയാം. അപ്പൊ പിന്നെ കോളേജ് പ്രൊമോഷൻസ് ആയി. എല്ലാ കോളേജിലേക്കും ഇപ്പൊ ഉള്ള ആൾക്കാർ പേരൊന്നും പറയില്ല. ഇപ്പം കുറച്ച് ആൾക്കാരുണ്ടല്ലോ നമ്മളെ വൈറലായ കുറച്ച് താരങ്ങൾ, കല്യാണ പരിപാടിക്ക് പോകും. അതുപോലെ ആ ആൾക്കാരെ പോലെ ആയിരുന്നു അന്ന് ഞാൻ മാത്രം. തമാശ പറയും, ഇന്ന് കുറെ ആൾക്കാരുണ്ട് അങ്ങനെ. ഒരു 8-10 ആൾക്കാർ ഇപ്പൊ രംഗത്തുണ്ട്. ഏത് കല്യാണ പരിപാടിക്ക് പോകും, അവിടെയും പോകും ഇവിടെയും പോകും. ആ സംഗതി 2020 പകുതിയോടുകൂടി ഞാനും പാലാ സജീറിനും മാത്രമായിരുന്നു. പിന്നെ കല്യാണങ്ങൾക്ക് അന്ന് ഇത്ര പബ്ലിസിറ്റി ഇല്ല. എനിക്ക് പബ്ലിസിറ്റി ഉണ്ട്. ഈ സോഷ്യൽ നിങ്ങളെ പോലെ ഓൺലൈൻ മീഡിയാസ് ഒക്കെ അന്ന് സജീവമല്ല, മനസ്സിലായി. ഓരോരുത്തർ എടുക്കാന്നല്ലാതെ ഓൺലൈൻ മീഡിയാസ് സജീവമല്ല അന്ന്. ഈ പറഞ്ഞ വരുന്ന പേര് പറയില്ല, കുറെ മീഡിയാസ് ഉണ്ട്, അവരൊന്നും സജീവമല്ല ആ കാലഘട്ടത്തിൽ. 2020 ഞങ്ങൾ 50ഓളം കോളേജ് പരിപാടിക്കാൻ പോയിട്ടുണ്ട്. പാലാ സജീറിന്റെ അവിടെയും പോകും, കല്യാണ പരിപാടിക്ക് പോകും, ഡാൻസ് കളിക്കും. പിന്നെ അതൊക്കെ 2020 അവസാനത്തോടെ ചെയ്തു വന്ന ഒരാളാണ്. ഇന്ന് കല്യാണങ്ങൾക്ക് പോയി ഡാൻസ് ഒക്കെ വിളിച്ച കല്യാണത്തിന് പോവും, ഭക്ഷണം കഴിക്കും, സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവിടെ 2 വർത്തമാനം പറയും. കല്യാണച്ചക്കന് പെണ്ണും ഡാൻസ് കളിച്ച് കൂടെ ആളും ഡാൻസ് കളിക്കും, 2 സ്റ്റെപ്പ് ഇടും. അതിനിപ്പോ എന്താണത് അല്ലേ? അല്ലാതെ സ്റ്റേജിലേക്ക് അവിടെ പാഞ്ഞു നിന്നിട്ട് ഇങ്ങനെ കളകളാന്നുള്ള പരിപാടിയൊന്നും ഇപ്പൊ ഇല്ല. അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. നമുക്ക് സ്റ്റാൻഡേർഡ് ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്ത് പോകണം. ഇപ്പൊ കാണുന്ന പോലത്തെ അല്ല നമ്മൾ അന്ന് ചെയ്തിരുന്നത്. സത്യം, ഞാൻ വെറുതെ പറയില്ല. അന്ന് ചെയ്തത് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിരുന്നു. എന്നുവെച്ചാൽ അന്ന് പറയുന്നത് അങ്ങനെയുള്ള സമയമായിരുന്നു. അന്ന് പീക്ക് റേഞ്ച് ആയിരുന്നു. എന്താ പറയാ, ഭയങ്കര പീക്ക് റേഞ്ച് ലെവല്. അന്ന് എന്താ പറയാ, ആശംസാ വീഡിയോസ് തന്നെ കണ്ടമാനം. ഓണാഘോഷം, വിഷു ആഘോഷം പറഞ്ഞിട്ട് ചോദിച്ച് ആശംസാ വീഡിയോസ് ഞാൻ 5 പൈസ വാങ്ങിയിട്ടില്ല. ഞാൻ അത് ചോദിക്കാൻ വരായിരുന്നു. എല്ലാത്തിനും പൈസ ഉണ്ട്. ഇപ്പൊ പല ആൾക്കാർ അങ്ങനെ വാങ്ങുന്ന കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു പരിപാടിക്ക് പോലും ഒരാൾ കുട്ടീനെ പിറന്നാൾ തന്നെ വിളിച്ചാലോ 5 പൈസ വാങ്ങി. ഇപ്പൊ കല്യാണത്തിന് പോകുന്നവർക്ക് 10,000-20,000 രൂപ. അന്ന് കല്യാണത്തിന് പോകുമ്പോ പൈസ ഒന്നുമില്ലേ. നമ്മള് വിളിച്ച സന്തോഷത്തിൽ നമ്മള് മൂവ് ചെയ്യുന്നത്. അതോ ഇതൊക്കെ ഇപ്പോഴും അടുത്താ വന്നത്. അന്ന് അങ്ങനെ ഒന്നുമില്ല. ദാസേട്ടാ, ഇപ്പോഴത്തെ ആൾക്കാരെ കാണുമ്പോഴേ റീച്ചിന് വേണ്ടി എന്തും ചെയ്യുന്ന രീതിയിലേക്കൊന്ന് തോന്നാറുണ്ട്. 100% തോന്നാറുണ്ട്. ആ ഒരു വഴിയിലൂടെ ഒക്കെ ഏകദേശം കടന്നു വന്നിരുന്ന ഒരാൾ എന്ന നിലയിൽ ചേട്ടൻ എന്തായിരിക്കും ഇപ്പൊ ഇവരോട് പറയാനുള്ളത്? ഇവർ പോകുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ചില സ്ഥലത്ത് നമ്മൾ അംഗീകരിക്കാത്ത അവസ്ഥ വരുന്നുണ്ട്. കല്യാണങ്ങൾക്ക് വിളിക്കുക, പോവുക, അവിടെ അതിന് നമ്മളെ കോമാളി പോലെ ചിത്രീകരിക്കാൻ പാടില്ല. അവിടെ പോവുക, അവര് പൈസ തരികയാണെങ്കിൽ അത് വാങ്ങുക, അവർക്ക് വേണ്ടി 10-15 മിനിറ്റ് ചെലവഴിക്കുക, തിരിച്ചു പോരുക. മനസ്സിലായില്ലേ? നമ്മളെ വിളിച്ചു കൊണ്ടുപോയ ആൾക്കാർ നമ്മളവിടെ കോമാളിയാക്കാൻ പാടില്ല. അത് ആളുകൾ ശ്രദ്ധിക്കണം. അത് എൻ്റെ ഒരു ഉപദേശമാണ്, അല്ലാതെ അത് ഇതല്ല, അടിച്ചേൽപ്പിക്കല, ഒരു ഉപദേശമാണ്. ഒരു മുതിർന്ന ഒരാളെ ഉപദേശം, അത്രേ ഉള്ളൂ. ഇപ്പൊ അന്നത്തെ ദാസേട്ടൻ വെച്ച് നോക്കുമ്പോ ഇന്ന് എനിക്ക് തോന്നുന്നു കാഴ്ചപ്പാടുകളിലും, ഗെറ്റപ്പിൽ മാത്രമല്ല കാഴ്ചപ്പാടുകളിലും ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അത് നമുക്ക് ഈ റീച്ച് നമ്മളിൽ ഉണ്ടാക്കിയ മാറ്റമാണോ?
കാഴ്ചപ്പാടിൽ കുറെ മാറി. ഒന്നാമത് ഞാൻ ഈ പീക്ക് സമയമുള്ള സമയത്ത് സിനിമേന്റെ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഞാനൊരു സിനിമ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ സിനിമയിലെ ഒരു ഡയറക്ടറോ അറിയപ്പെടുന്ന ആളെ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന ആള് വിളിച്ച് എന്തൊരു സന്തോഷം, അയാൾ വിളിച്ചല്ലോ. അപ്പൊ അയാൾ എന്നെ എന്തിനാ വിളിക്കുന്നത്? എന്തിനാണ്? അയാളൊരു പ്രൊഡക്റ്റ് സിനിമയാവട്ടെ അത് ഇറങ്ങാൻ പോകുന്ന സമയത്ത് അതൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. അന്ന് നമുക്കിതൊന്നും അറിയില്ല. വിളിക്കുമ്പോ ഇന്ന സിനിമാടം വിളിച്ചു, ഞാൻ പോവാറുണ്ട്, വളരെ ഫ്രീ ആയിട്ട് പോവാറുണ്ട്. അഭിനയിക്കാത്ത സിനിമകളിൽ ഞാൻ പോവാറുണ്ട്. എന്തിന്? എന്നെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ സിനിമയ്ക്ക് പ്രൊമോഷൻ കിട്ടാറുണ്ട്. പല ആൾക്കാരും പ്രൊമോഷൻ പൈസ വാങ്ങാറുണ്ട് ഇല്ലേ? ഞാൻ വാങ്ങാറില്ല സിനിമ പ്രൊമോഷൻ. കാര്യം എന്താ? എന്റെ മനസ്സിൽ ആഗ്രഹം എന്താ? അടുത്തൊരു സിനിമ അയാൾ എടുക്കാൻ എന്നെ വിളിക്കും. എത്ര ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട്? ഇഷ്ടമായി കുറെ ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് പറയില്ല. അടുത്ത പടത്തിന് നിങ്ങൾ ഓക്കെ സെറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അയാളെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ധാരാളം. അത് ഞാൻ വിഷമം കൊണ്ട് പറയാട്ടോ. എന്താ വെച്ചാൽ ഞാനൊരു സിനിമ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരാളെ ചൂഷണം ചെയ്യപ്പെടുക അവിടെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഇപ്പോൾ 5, 6, 7 സിനിമകൾ ഇപ്പം കമ്മിറ്റഡ് ആയിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞ് സിനിമയിലെ കഥാപാത്രം ചെയ്ത് കഴിഞ്ഞ് ഞാൻ പോകും ആ സിനിമയുടെ പ്രൊമോഷൻ. അത് എൻ്റെ ഒരു അവകാശമാണ്. ആ സിനിമ വിജയിപ്പിക്കണം അല്ലേ? അല്ലാതെ ഞാൻ അഭിനയിക്കാത്ത സിനിമേന്റെ ഒരു പ്രൊമോഷൻ ഞാൻ പോകില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. അന്ന് പഠിച്ച പാടാണ്. അതുകൊണ്ട് ഞാനേ പോകില്ല. അഭിനയിച്ച സിനിമയ്ക്ക് 2 സീനിൽ അഭിനയിച്ചാൽ ഞാൻ പോകും. ആ സിനിമ വിജയിപ്പിക്കുന്ന ഉത്തരവാദിത്തം എനിക്കാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പം ഇപ്പം നേരത്തെ ഒരു കാലഘട്ടം പറഞ്ഞല്ലോ, അന്ന് ഒരുപാട് ട്രോളുകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മളുടെ കാഴ്ചപ്പാടുകളും എല്ലാം മാറി. എനിക്ക് അതുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്പൊ ചെയ്യുന്ന റീൽസുകളില് കുറച്ച് സൊസൈറ്റിയില് അഡ്രസ്സ് ചെയ്യേണ്ട മാറ്റേഴ്സ് വെച്ച് ഓൺ കണ്ടന്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. റീസെന്റ് ഇപ്പോ ഇവിടെ ഉണ്ടായ ആ ബസ്സിൽ ഇഷ്യൂ അത് വെച്ചിട്ട് ഓൺ കണ്ടന്റ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താ സ്വന്തമായിട്ടൊരു ടേക്ക്? കാരണം റീച്ചിന് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെയുള്ള. എനിക്ക് സമൂഹത്തിൽ നടക്കുന്ന പല അതിക്രമത്തിനും ഇതിനെതിരെ പ്രതികരിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനൊരു ഗവൺമെന്റ് ജീവനക്കാരനാണ്. എനിക്ക് പരിമിതികളുണ്ട്. നാളെ നമ്മൾ പ്രതികരിക്കുമ്പം അത് ഒരാൾക്ക് മോശമായി വരാം. ഒരു രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കാൻ പാടില്ല, പ്രതികൂലിക്കാൻ പാടില്ല. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒരു ഗവൺമെന്റ് സെർവന്റിന് നിക്ഷിപ്തമായ കാര്യമാണ്. നമ്മൾ ഒരാളെ പറ്റി പറയുന്ന സമയത്ത് അത് ആ സൊസൈറ്റിയിലെ അങ്ങനെ മൊത്തത്തിൽ വിഷയമാവാൻ പാടില്ല. അത് എന്നെ ബാധിക്കും. പല ആൾക്കാരും ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? പ്രതികരണ ശേഷി ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ചില സമയങ്ങളിൽ നമുക്കത് നിശബ്ദനായി നിൽക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് ഇപ്പം നടന്ന സംഭവം എന്ന് പറയുന്നത്, കോഴിക്കോട് വെച്ച് നടന്ന സംഭവം വളരെ വിഷമമുള്ള സംഭവം തന്നെ. അത് യാതൊരു സംശയമില്ല. എൻ്റെ വീടിന്റെ തൊട്ടടുത്ത വീട് ഒരു 5 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഈ മരിച്ച ദീപകിന്റെ വീട്ടിൽ. അപ്പം ആ നടന്ന സംഭവത്തില് അപലപിച്ച് സ്റ്റോറി കിട്ട ഒരാളെ ഞാൻ. പക്ഷെ കണ്ടന്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അതെനിക്ക് തിരക്കും കാര്യം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് 2-2.5 ലക്ഷത്തിന്റെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ 8 ലക്ഷത്തിന് ആൾ കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ 3 ലക്ഷത്തിനടുത്തും. അതുകൊണ്ട് അത് കണ്ടന്റ് ആയിട്ട് ഇറക്കാൻ എനിക്ക് സമയം കിട്ടായിരുന്നു. പക്ഷെ അവകാശമുണ്ട്, പ്രതികരിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ നിശബ്ദത പാലിക്കാതെ എന്റെ ഈ പ്രൊഫഷൻ ആയതുകൊണ്ട് എനിക്ക് നിർവാഹമുള്ളൂ. നമുക്ക് പരിമിതികളുണ്ട്. അതെ. പിന്നെ സിനിമ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഒരാൾ എന്തെങ്കിലും മോശം ചെയ്താലെന്ന് എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അയാൾ നാളെ ഞാൻ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആളായിരിക്കും, അല്ല അയാളെ ഞാൻ കാണേണ്ട ആളായിരിക്കും. വേണ്ടേ? അപ്പൊ പല സ്ഥലങ്ങളിലും നിശബ്ദത മാന്യമായ കാര്യമാണ് പല സമയങ്ങളിലും. ഈ സിനിമ എന്നുള്ളത് ഭയങ്കര ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണോ സിനിമ റിവ്യൂസിലേക്ക് പോകാത്തത് നമ്മള്? അത് കറക്റ്റാ പറഞ്ഞത്, വളരെ കറക്റ്റ്. അശ്വർക്ക് റിവ്യൂ ചെയ്തില്ല, എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആ സിനിമാ നടന്റെ കൂടിയോ സിനിമാ സംവിധാനോട് നാളെ ഞാൻ സഹകരിക്കേണ്ടി വരും. നമുക്ക് ആഗ്രഹമുണ്ട് 100%. ഇപ്പൊ സീക്രട്ട് ഏജന്റ് സായി സിനിമ, പക്ഷെ സായി അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആളല്ല. അശ്വന്ത് ഗോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആളല്ല. അവർക്ക് എന്ത് റിവ്യൂ ചെയ്യാം, മനസ്സിലായില്ലേ? എനിക്കത് പറ്റില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഏത് ലെവലായി പോകുന്ന അറിയോ? പക്ഷെ നമുക്കത് താല്പര്യമില്ല. നമ്മൾ ഏജ് ഇൻ റിവേഴ്സ് ഗിയർ ആണോ? അതിപ്പോ മുടിയൊക്കെ വെച്ചോണ്ടോ ഇത് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയതാണ്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ മൊത്തത്തിൽ. അതെ, സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ്. ഇപ്പൊ എനിക്ക് എന്താ വെച്ചാല് ഞാനിപ്പം അറിയപ്പെടുന്ന സിനിമകളൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. ദിലീപനോട് തങ്കമണി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാല പടം ഫ്ലോപ്പ് ആയിപ്പോയി. അപൂർവ ഉത്തരന്മാര്, നല്ല സമയം, പിന്നെ ഇപ്പം ഒരു സ്റ്റാർട്ടപ്പ് കഥാന സിനിമ അഭിനയിച്ച നമ്മളെ വാഴയുടെ പയ്യന്മാരോടെ അടുത്ത് അമിത്തും സാഫ്ബോയിനും കൂടെ. അതൊക്കെ ഇറങ്ങാനുള്ള പടങ്ങളാണ്. ഇപ്പൊ ഒടിയങ്ക തന്നെ മൂവി ചെയ്തു, അതിപ്പോ ആമസോൺ പ്രൈം റിലീസാണ്. അങ്ങനത്തെ സിനിമകളാണ് ചെയ്തത്. വലിയ ലാലേട്ടന്റെ മമ്മൂക്കിയുടെ കൂടെ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്, പൃഥ്വിരാജിന്റെ കൂടെയൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് സിനിമകളിലൊക്കെ വിളിക്കുന്ന സമയത്ത് ചില സമയത്ത്
മാമനായിട്ടോ ഉം. അച്ഛനായിട്ടോ ഉം. അച്ഛനായിട്ടോ വിളിക്കുമ്പോ ഈ ഒരു ഗെറ്റപ്പ് ചിലപ്പോൾ അളിയലായിട്ടോ ചെറിയ ഒരു പാചകം അതെ കൂട്ടുകാരനായിട്ടൊക്കെ. വിളിക്കുമായിരിക്കാം. അതൊരു എന്താ പറയാ അത്യാഗ്രഹം ഒന്നല്ല, ഒരു ആഗ്രഹമാണ്. നമ്മള് വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച ഒരാളാണ്. ഞാൻ 23 വയസ്സ് കല്യാണം കഴിച്ചിട്ട് എന്ത് എത്ര നേരത്തെ പ്രണയം ജോലി കിട്ടി കല്യാണം കഴിച്ചു. തന്നെ അന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ. അന്ന് പറഞ്ഞ കാലം ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലം. ഇന്ന് അറിയുന്നത് ഞാൻ പച്ചയ്ക്ക് തന്നെ പറയാം, ഇന്ന് അറിയുന്നത് സ്ത്രീയും പുരുഷനും ഒന്ന് എന്താണ് പറയാ ലിവിങ് ടുഗദർ അല്ലേ? മനസ്സിലായില്ല? പിന്നെന്തൊക്കെയാ പറയാ, എന്തായിക്കോട്ടെ. അന്ന് കല്യാണം എന്നുള്ളൊരു കാര്യമാണ്. ഒരു ആണും പെണ്ണും ഒരുമിച്ച് ചുരുക്കം വരാണെങ്കിൽ ഒരുമിച്ച് ഒരു ബെഡ് കിടക്കണമെങ്കിൽ കല്യാണമാണ് അന്ന്. ഞാൻ പറഞ്ഞത് ശരിയല്ല, അന്നത്തെ കാലാണ്. ഞാൻ കല്യാണം വെച്ചാൽ 2007 ആലോചിക്കണം. അന്ന് കോളേജ് ലൈഫിലൊക്കെ നമ്മൾ ഒരു പെണ്ണിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ കൈ വിറയ്ക്കും. എന്നുവെച്ചാൽ എനിക്ക് ഒരു അനിയനുള്ളത്, പെങ്ങന്മാരും ഇല്ല. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് ഇങ്ങനെ പ്രേമലേഖനം കൊടുക്കുക അല്ലേ? അന്ന് അങ്ങനെയുള്ള പരിപാടികള് ഇങ്ങനെ വിടൂലേ? ഒക്കെ വിട്ടതാളെ കോളേജ് പഠിക്കുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞത് അന്ന് നമുക്കൊരു പെണ്ണിനോട് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ആണായാലും പെണ്ണായാലും കല്യാണം കഴിക്കരുത് ആഗ്രഹിക്കുന്ന നടക്കുക രണ്ടുപേരും, ആണായാലും പെണ്ണായാലും. എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ യൂത്തന്മാരെ കുറെ എന്റെ ഫ്രണ്ട്സ്. ഒരു ആസട്ട് എന്തിനാ കല്യാണം കഴിക്കുന്നത്? കല്യാണം വേണ്ട. കല്യാണം വന്നാൽ അതൊരു ബാധ്യതയാണ്, രണ്ടു കൂട്ടർക്കും ബാധ്യതയാണ്. അതെ അതെ. അപ്പൊ ഈ പ്രായം കൂടി എനിക്ക് പ്രായമുള്ള ആളുകളുണ്ട്, ഞാൻ ഇപ്പോഴുള്ള ആൾക്കാരെ ഉപദേശിക്കാതെ വിചാരിക്കരുത്. ഇപ്പത്തെ ലൈഫ് അങ്ങനെയാണ്. അവര് കമ്മിറ്റഡ് ആവാൻ അവർക്ക് താല്പര്യമില്ല. എന്നുവെച്ചാൽ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതായ കാര്യങ്ങൾ അതുണ്ടാവാം. പിന്നെ അത് വിവാഹമോചനാവും. എന്തിനപ്പം അതിന്റെ ആവശ്യം? അത് കല്യാണമേ കഴിക്കേണ്ടതാണ് ഇപ്പത്തെ ചെറുപ്പക്കാരുടെ തീരുമാനം, ചെറുപ്പക്കാരികളുടെയും തീരുമാനം. ഞങ്ങളുടെ കാലത്ത് അങ്ങനെയല്ല. ഓപ്ഷൻ കിട്ടിയായിരുന്നേ കല്യാണം കഴിക്കാൻ. ഓപ്ഷൻ കിട്ടിയാലും ഞാനൊരു സമൂഹത്തിന് ഇപ്പത്തെ അവസ്ഥ പറയാട്ടോ. അതാണ് പറയുന്നത്. അന്ന് കല്യാണം എന്നൊരു കല്യാണം നിശ്ചയം. അതിപ്പോ എങ്ങനെയാ? മറ്റേ മഞ്ഞൾ കല്യാണം നിശ്ചയം, അത് കഴിഞ്ഞ് അന്ന് കല്യാണത്തിന് ഒരു വീഡിയോഗ്രാഫർമാർ വരും, പെണ്ണിന് ചെക്കന് വീഡിയോഗ്രാഫർമാരുണ്ടാവും. ഇപ്പൊ മാറി, ഒറ്റ വീഡിയോഗ്രാഫർ രണ്ടും കൂടി എടുക്കുക. പ്രീ വെഡിങ്, പോസ്റ്റ് വെഡിങ്. ഇപ്പൊ ഗർഭിണി ആയി കഴിഞ്ഞാൽ എന്താ പറയുക, ബ്രൈഡല്, ബേബി ഷവർ, കുറെ പരിപാടികളുണ്ട്. ഞാൻ പറയാം, ഇതൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് വന്നല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെലവ് കൂടുതലല്ലേ ഇപ്പൊ? ചെലവ് കൂടുതലാണ്. എന്നാൽ അതൊക്കെ അത്രയും ചെറിയ പൈസ കൊണ്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ ഇതൊക്കെ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവരൊക്കെ അല്ലേ? ഉള്ളത് അടിച്ചു പൊളിക്കുക. അതായത് ഇപ്പത്തെ ആൾക്കാർ സമ്പാദ്യശീലം വളരെ കുറവാ. കിട്ടിയ പൈസ ആഷ്പുഷ്ടാക്കി ചെലവാക്കുക. ദാസേട്ടനെ സംബന്ധിച്ച് ഇപ്പൊ 23-ാം വയസ്സിൽ കല്യാണാലോചനയുമായി വന്നു കഴിഞ്ഞാൽ എന്ത് പറയും? ഇപ്പോഴോ? 23-ാം വയസ്സിലാണ് നമ്മളെങ്കിൽ ഇങ്ങനെ ഞാൻ പറയും ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറയും. എത്ര വയസ്സ് കെട്ടുവോ? എന്റെ വൈഫിന് 20 വയസ്സ് അന്ന്. 19 കഴിഞ്ഞ് 20 വയസ്സാ. ഓ, രണ്ടാളും ചെറിയ പ്രായത്തിൽ കല്യാണം. അതെ അതെ അതെ. 3 മക്കളുള്ളപ്പോ നമ്മളെല്ലാം ഭയങ്കര യങ് ആയിട്ട് നിൽക്കും. മക്കള് മൂത്തവൻ +2 പഠിക്കാൻ പോകും. അപ്പൊ അച്ഛൻ ഒരേ ലെവലെത്തി, രണ്ടുപേർക്കും ഒരേ ടീഷർട്ട് ഒക്കെ എടുക്കായിരിക്കുമല്ലോ. കറക്റ്റാ പറഞ്ഞത്. അല്ലല്ലേ? പാന്റും ഷർട്ടും മാറി മാറി ഇടും, ഷൂ ഇടും മാറി മാറി. എന്റെ അതേ ഹൈറ്റ് ആണ് മകൻ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഓരോ രീതിയിൽ ഫേമസ് ആവുമ്പോ നമ്മുടെ ഫാമിലിനെ അത് അഫക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. ആദ്യമേ ട്രോൾസ് ആണെങ്കിലും അത് ഫാമിലിയെ നെഗറ്റീവായിട്ട് അത് അഫക്ട് ചെയ്യാം. പിന്നെ ഇത് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ അത് പോസിറ്റീവ് ആയിരിക്കാം. ഇത് എങ്ങനെയായിരിക്കും ഫാമിലിയിൽ ഇത് എങ്ങനെ അഫക്ട് ചെയ്തത് ശരിക്കും? എന്റെ വൈഫ് ഭയങ്കര എന്നെ നല്ല മനസ്സിലാക്കുന്നതാണ് എന്റെ വൈഫ്. ഞാനിപ്പോ ഒരു സ്ത്രീന്റെ കൂടെ റീൽസ് ചെയ്താലോ ഒരു സിനിമകൾ അഭിനയിച്ചാൽ അത് ആക്ടിങ് ആണ്, പ്രൊഫഷണൽ, അത് മനസ്സിലാക്കുന്ന കുട്ടിയാണ് എന്റെ വൈഫ്. അവൾക്കറിയാം ഞാൻ റീൽ ചെയ്യുകയാണെങ്കിൽ അത് അഭിനയമാണ്, സിനിമയിൽ ചെയ്യുമ്പോൾ അഭിനയാന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ 10 ആളൊക്കെ കൂടുമ്പം ഇപ്പൊ സ്ത്രീകളല്ലേ, 10 ആള് കൂടുന്ന സമയത്ത് എടീ നിന്റെ ദാസേട്ടൻ കണ്ടില്ലേ ഒരു പെണ്ണിനോട്, എന്താ ദാസേട്ടൻ അഭിനയിക്കല്ലേ? അതൊക്കെ എല്ലാ സൊസൈറ്റിയിലുണ്ടത്. അതൊക്കെ കേട്ടുകൊണ്ട് ഒരു തലതിരിഞ്ഞ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഭാര്യ ആണെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്റെ വൈഫിനെ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. അവൾക്കറിയ കാര്യങ്ങളൊക്കെ പോരെ. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? വേറൊരു പെണ്ണാണ് എത്ര കുടുംബജീവിതം തകർന്നു, എന്താ പറയാ, നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് മുന്നോട്ട്. നമ്മള് പ്രൊഫഷണലാണ്, ശരി, ആക്ടിങ് പ്രൊഫഷണൽ. അതവിടെ കഴിഞ്ഞു, കൃത്യമായിട്ട് വീട്ടിൽ വരും, മക്കളെയും ഭാര്യയും നോക്കും, അഭിനയിക്കും. മോൻ സ്കൂളിലൊക്കെ പഠിക്കല്ലേ, അവന്റെ അടുത്ത് പിന്നെ അവൻ അഭിപ്രായങ്ങളുണ്ട് പറയാറുണ്ട്. അച്ഛാ അത് കണ്ടന്റ് നന്നായിട്ടുണ്ട് പറയാറുണ്ട്. റൊമാൻറ്റിക് സീൻ ചെയ്ത് അച്ഛാ അത് കുറച്ച് അത്ര വേണ്ട പറയാറുണ്ട്. കുട്ടികളുടെ അഭിപ്രായം നമ്മൾ മാനിക്കാറുണ്ട്.
ഉണ്ടല്ലേ? എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ കുടുംബജീവിതത്തിൽ വിഷയമായിട്ട് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ വരൂല്ല. വരില്ല. അതിന് തിളപ്പിച്ച വെള്ളം എന്തായാലും പറയാ വാങ്ങി വെച്ചോ. വാങ്ങി വെച്ചേക്ക്. ഈ രേണു ചേച്ചിയോട് ചെയ്തേ ഒരു വീഡിയോ നിങ്ങൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞില്ല? എന്താ പൊന്നെ, അത് എന്താ ശരിക്കും? കാരണം അതൊന്നുമില്ല. അപ്പുറത്ത് നാളെ ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നുണ്ട്. അത് രാവിലെ 7 മണിക്ക് എറണാകുളത്തൊരു ബ്രിഡ്ജുണ്ട്, അതിന് പേരിട്ടുന്നില്ല, അവിടെ 7 മണിക്ക് അവിടുന്ന് പെർമിഷൻ വാങ്ങി ചോദിച്ചിട്ട് അതിൻ്റെ റോഡ് സൈഡിൽ നിന്ന് ഷൂട്ട് എന്ന് പറയുമ്പം ഒരു ജിമ്പൽ ക്യാമറ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, അത് വെച്ച് ഷൂട്ട് ചെയ്തതാണത്. അപ്പം അതിൽ അഭിനയിക്കുന്ന 2 പയ്യന്മാരുണ്ട്. അവർ ബൈക്കിൽ പോകുന്ന സമയത്ത് അവരോട് ഞങ്ങൾ പറയാൻ പറഞ്ഞതാണ് ഒന്ന് മാറി നിൽക്കട ഉവേന്ന്. അത് ആ ഷോട്ടിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ സാധനമാണത്. അപ്പം ഇതിന്റെ പ്രൊമോഷൻ വന്ന സമയത്ത് അതിന് ഡയറക്ടർ ആ പീസ് എടുത്തിട്ട് ട്രെയിലർ എന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് അത് ഓരോരുത്തർ ഷെയർ ചെയ്തതാണ്. യഥാർത്ഥം ഞങ്ങൾ പറഞ്ഞ ആൾക്കാർ ചെയ്ത പണിയാണ് അവർ ചെയ്തത്. ഞങ്ങളോട് ചോദിക്കാൻ പറഞ്ഞതാ ഒന്ന് മാറി നിൽക്കട ഉവേ. അത് അവര് ഞങ്ങളുടെ ഷൂട്ടിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത സാധനമാണത്. ഭയങ്കര ഒറിജിനാലിറ്റി ആയിപ്പോയി. പിന്നെ അതൊന്നും പറയണ്ട, അതിന്റെ പുകിലൊന്നും പറയാത്തില്ല. മാതൃഭൂമിന്ന് മനോരമയൊക്കെ വിളിക്കാതെ പിന്നെ മുൻനിര മാധ്യമങ്ങളിൽ എല്ലാത്തിലും അവരോടൊക്കെ കാര്യം പറഞ്ഞ സമയത്ത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ട്രോൾ ചെയ്യുന്ന ആള് ട്രോൾ ചെയ്യല്ല, അപ്പൊ എന്ത് ചെയ്യാനാ. ഓക്കെ, ദാസേട്ടനെ സംബന്ധിച്ച് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത് ശരിക്കും എന്താണ് ഈ ഹാപ്പിനെസിന്റെ സീക്രട്ട്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മാക്സിമം പോസിറ്റീവ് മൈൻഡ് ആക്കി. നമുക്ക് വിഷമങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നമ്മളെ വിഷമം മറ്റുള്ള ആളെ വിഷമത്തിലാക്കാൻ പാടില്ല. നമ്മളെ വിഷമങ്ങൾ ഉള്ളിലൊതുക്കുക, ചിരിച്ചോടൊക്കെ നേരിടുക. അങ്ങനെയാണ് ഇതുവരെ പോയിട്ടുള്ളത്. എന്താ നമ്മുടെ ഒരു ഈ റീലിന്റെ ഒക്കെ എന്തായിരിക്കും ഇനി അടുത്ത ഫ്യൂച്ചർ? ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം KCB സീനിയർ സൂപ്പറിനെ വർക്ക് ചെയ്യാം, ഓഫീസർ കാറ്റഗറിയാണ്. ഇപ്പം പ്രൊമോഷനായിട്ട് ഇപ്പം ഒരു 2 വർഷമായി സീനിയർ സൂപ്പറിന്റെ പ്രൊമോഷനായിട്ട്. അപ്പം എനിക്ക് പ്രൊമോഷനായ ഗസ്റ്റ് റാങ്കൊക്കെ ആകുമ്പോൾ നമുക്ക് പഴയ പോലെ വലിച്ചു വാരി അഭിനയിക്കാൻ എനിക്ക് കഴിയില്ല. ഇപ്പൊ ഷോർട്ട് ഫിലിമിൽ വിളിച്ച് 2 ദിവസം പോകാൻ അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. സിനിമകളിൽ നല്ല ക്യാരക്ടർ, നല്ല നല്ല ആൽബങ്ങൾ അങ്ങനെ വന്നാൽ മാത്രമേ ഞാൻ പോകുള്ളൂ. ഇപ്പം ഷോർട്ട് ഫിലിമിൽ എന്നെ വിളിക്കും, ദാസേട്ടാ നിങ്ങൾക്ക് റോൾ ഉണ്ട് വരൂ. ഞാൻ 2 ദിവസം പോയി തല കാണിച്ച് ആളെ മറ്റന്നാൾ യൂട്യൂബ് റിലീസ് ചെയ്യില്ല, എൻ്റെ സമയം പോയേ. അതുകൊണ്ട് അതൊക്കെ മാറ്റി നല്ല നല്ല സിനിമകളിൽ നല്ല ക്യാരക്ടർ ചെയ്യുക, അതിനു വേണ്ടി ലീവ് എടുക്കും, നല്ല നല്ല ആൽബങ്ങൾ ചെയ്യുക. ലീവ് കിട്ടുന്ന സമയത്ത് ശരി 2-ാം ശനി ഞായറാഴ്ച വരുമ്പോൾ എൻ്റെ ടീമുണ്ട്, എൻ്റെ കൂടെ എഡിറ്റർ ഉണ്ട്, ക്യാമറ ഒക്കെ ഉണ്ട്, അവരെ കൂടെ നമ്മൾ കണ്ടന്റുകൾ ചെയ്യും. അത് മാത്രമേ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. ലൈഫ് ശരിക്കും ഭയങ്കരമായിട്ട് അപ്ഗ്രേഡഡ് ആയല്ലേ? പിന്നെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കുറേ മെച്ചുറായി. ഞാൻ 2-3 വർഷം മുമ്പുള്ള അവസരം കോഴിക്കോടല്ല. ഞാൻ നല്ല എനിക്ക് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു, സിനിമേൻ്റെ ആൾക്കാർ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല. നമ്മൾ കാര്യങ്ങൾ നെല്ലും അതിനും തിരിച്ചറിഞ്ഞിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യും. എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ആ സിനിമ ഞാൻ രക്ഷപ്പെടുത്തും. 100% കമ്മിറ്റ്മെന്റ് ആ സിനിമയ്ക്ക് ഉണ്ടാവും. അതിൽ 2-3 സീനൊക്കെ ഉണ്ടാവണം. അല്ലാതെ സിനിമ ഇറങ്ങാനാവാതെ ദാസേട്ടാ നിങ്ങൾ കോഴിക്കോടല്ലേ, ഞാൻ ആളെ പേരൊന്നും പറയില്ല, പ്രമുഖരായ സംവിധായകർ വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി, എന്നെ വിളിക്കുകയോ? അവരാവശ്യം എന്താ? അവരുടെ സിനിമ ഇറങ്ങുമ്പോൾ 10 ആൾ തിയേറ്ററിൽ കയറ്റണം. എന്നെ വിളിച്ചിട്ടുണ്ട്, ടിക്കറ്റ് തരാം നിങ്ങളെ ഫാൻസിനെ കയറ്റൂ എന്നുള്ളത്. ഞാൻ കയറ്റിയിട്ടുണ്ട് കോഴിക്കോട് സിനിമ തിയേറ്ററിൽ. ഇനി ഞാൻ നിൽക്കൂല. യൂസ് ആൻഡ് ത്രോ എന്നുള്ള അതന്നെ ഉപയോഗിക്കുക, വലിച്ചെറിയുക. അത് ഞാൻ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? റിജക്ഷൻസ് അപ്പൊ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. നല്ലോണം വേദനിപ്പിച്ചിട്ടുണ്ട്. നിസ്സാര ഒരു സിനിമയിൽ കഥാപാത്രം തന്നിട്ട് വരെ എനിക്ക് പോയിട്ടുണ്ട്. ആണോ? അതൊന്നും പേര് പറയുന്നില്ല. റീസെന്റ് ഒരു 1.5 വർഷം മുമ്പ് ഒരു നായക കഥാപാത്രത്തിന്റെ തോളൊരുമി നിൽക്കുന്ന കഥാപാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 16 ദിവസത്തെ ഡേറ്റ് എനിക്ക് തന്നതാ. 25-ാം തീയതി ഷൂട്ട് തുടങ്ങാൻ പോവാ. 23, 22 വരെ എന്നെ വിളിച്ചു. 23, 24 വിളി വന്നത്. എവിടെ എത്തണം, ഏത് ഹോട്ടലിൽ താമസിക്കുക, ഒന്നുമില്ല, വിളിയില്ല. ഞാൻ 16 ഞാൻ ഓഫീസിൽ ലീവൊക്കെ പറഞ്ഞതാ. അപ്പൊ അതിന്റെ ഒരു AD, എൻ്റെ സുഹൃത്തെ AD എന്നെ വിളിച്ചു പറഞ്ഞു, ദാസേട്ടാ ചെറിയ വിഷയം എന്താ? ദാസേട്ടൻ എന്ന് പറയുന്നത് ടിക്ടോക്ക് കൂടെ റീൽസ് കൂടെ ഒരു 3-4 വർഷം കൊണ്ട് പെട്ടെന്ന് ഫേമസ് ആയ ഒരാളാണ്. നേരെ മറിച്ച് സിനിമ ഇൻഡസ്ട്രീസിൽ കാലങ്ങളായിട്ട് ചെറിയ റോൾ ചെയ്യുന്ന ഒരാൾക്കാരുണ്ട്, അവർ സംഘടിതരാണ്. അവർ പറഞ്ഞു ഇന്നലെ 2 കൊല്ലം മുമ്പ് വന്ന ആള് പ്രധാന ക്യാരക്ടർ കൊടുക്കും, ഞങ്ങളപ്പോൾ ആൾക്കാർ എന്താണ് ഒഴിവാക്കി, എന്നെ ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കി. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് എന്നെ ഒരാൾ വന്ന് അടിച്ചാലും തല്ലിയാലും എനിക്ക് വലിയ വിഷമം ഉണ്ടാവില്ല. ഞാൻ അവനോട് പൊറുക്കും. പക്ഷെ ഇതെനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരെ. ഞാൻ കുറച്ച് ദിവസം വീട്ടിലാകാൻ അവളായി പോയിട്ട് എന്നുവെച്ചാൽ ഒരു സിനിമയ്ക്ക് 16 ദിവസത്തെ ഡേറ്റ് തന്ന് എൻ്റെ വൈഫ്, അന്നത്തെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്കൊരു ഡേറ്റ് കിട്ടിയാൽ 10 ആളോട് പറയും. ഭാര്യയോട് പറയും, ഭാര്യൻ്റെ അച്ഛനോട് പറയും, ഭാര്യൻ്റെ അച്ഛൻ അവിടെ ഷെയർ ചെയ്യും, മറ്റൊരാളെ ഷെയർ ചെയ്യും, ഫാമിലി മൊത്തം ഷെയർ. ഇയാൾ അടുത്ത സിനിമയിൽ ഇന്നാളെ കൂടെ നായകൻ്റെ പേരൊന്നും പറയുന്നില്ലേ, ഇന്നാളോട് അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെന്താ എന്തേ പോയില്ലേ എല്ലാരും ചോദിക്കും 100% ചോദിക്കും. അതുകൊണ്ട് ഞാൻ അതോടുകൂടി ഞാൻ തീരുമാനം എടുത്താൽ എന്തിനാണ് എനിക്ക് KCB ജോലി ഉണ്ട്, ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ട് എനിക്കില്ല. സിനിമ കൊണ്ട് ജീവിക്കുന്ന ആളല്ല ഞാൻ.
മതി. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. കഥാപാത്രം വരും നമ്മുടെ അടുത്ത് വരും. നാളെ മറ്റന്നാൾ നിങ്ങൾ എന്നെ ഇവിടെ വെച്ച് ഇന്റർവ്യൂ ചെയ്യും. എനിക്കത് ഉറപ്പുണ്ട്, കോൺഫിഡന്റ് ഉണ്ട്. കോഴിക്കോടല്ല കൊച്ചിക്ക് നമുക്ക് പ്രൊമോഷൻ എല്ലാവരുടെയും കൂടെ അതൊരു കോൺഫിഡന്റ് ഉണ്ട്. ഒന്നല്ല നാളെ മെച്ചപ്പെട്ട നല്ല ആൾക്കാരോടെ ഒരു സിനിമ നല്ല ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചെയ്ത മോശം എന്നുള്ള പറയുന്നല്ല, കുറച്ചൊരു ഗ്രേഡ് കൂടിയിട്ട് ആ സിനിമ തിയേറ്ററിൽ കളിക്കണം എന്നുള്ള സിനിമകൾ അഭിനയിക്കണം വേണ്ടേ. എന്റെ 1-2 സിനിമകൾ ഇപ്പോഴും പെട്ടിക്കിടക്കുക. എന്താ വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വെച്ചാൽ തിയേറ്റർ മൂവി ആയിട്ട് ഇറങ്ങണം എന്താ ആഗ്രഹിക്കുന്ന നല്ല നല്ല സിനിമകൾ വരും. അതിന് വെയിറ്റ് ചെയ്യാം. നമുക്ക് സങ്കല്പിക്കുന്നതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സങ്കല്പിക്കുക അല്ലേ. പിന്നെ എന്താ പറയാ, ആഗ്രഹിച്ച കുന്നോളം ആഗ്രഹിച്ച മല പോലെ കിട്ടുന്നു. അങ്ങനെ എന്താണെങ്കിലും ഞാൻ ആഗ്രഹിക്കും. ആഗ്രഹങ്ങൾക്കൊരു ലിമിറ്റഡ്. ഇനി സിനിമ അല്ലാതെ വേറെ എന്തെങ്കിലും ഭയങ്കര ആഗ്രഹങ്ങളുണ്ടോ മനസ്സിൽ? സിനിമ അല്ലാതെ സ്പോർട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബോഡി ബിൽഡിംഗ് ഉണ്ടല്ലേ? ബോഡി ബിൽഡിംഗ് ഇപ്പൊ വയറൊന്നും തള്ളി പിടിക്കട്ടെ. ഇപ്പൊ ഒരു 2 മാസമായിട്ട് പോലെ കുറവാണ്. അതിന്റെ ബുദ്ധിമുട്ട് അറിയാനുണ്ട്. ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞുകൊണ്ട് ഒരു മാസം 1.5 മാസം വെയിറ്റ് എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ വയറാ പെട്ടെന്ന് ചാടുക. ബോഡി നല്ല ഒരു ബോഡി ബിൽഡർ ആയി കഴിഞ്ഞാൽ അതിൽ കളി നിർത്തി കഴിഞ്ഞാൽ ആദ്യം എഫക്ട് ചെയ്യുക വയറിനാ. അപ്പോ ഇനിയിപ്പോ നമ്മള് സിനിമകളിലായിരിക്കാം ഇല്ലേ സജീവമായിട്ട് ഇനി ചേട്ടനെ കാണാനായിട്ട് പോകുന്നത്? തീർച്ചയായും ആൽബംസ് ചെയ്യും, നല്ല നല്ല ആൽബംസ് ചെയ്യും. നല്ല ഷോർട്ട് ഫിലിം നല്ലത് വന്നാൽ ചെയ്യും. നമ്മള് നല്ല കഥാപാത്രം നോക്കിയിട്ട് നമ്മൾ ചെയ്തു കേട്ടോ. വെറുതെ തല കാണിക്കാൻ ഞാൻ പോകില്ല. പണ്ടെന്നെ തല കാണിക്കാൻ ആൾക്കാർ വിളിച്ചിരുന്നു. തല കാണിച്ചിട്ട് പോസ്റ്ററൊക്കെ അടിക്കുക എന്നെ വെച്ചിട്ട് മെയിനായിട്ട്. കാണുമ്പോൾ ഇതിനകത്ത് 2 സീലുണ്ടാവും. അതിനൊന്നും ഞാൻ പോലെ കൃത്യമായ പ്ലാനിങ് ആയിട്ട് എനിക്ക് ഞാൻ തന്നെ എന്റെ കാര്യം നോക്കുന്നു കേട്ടോ. മാനേജറും അങ്ങനെ ആൾക്കാരൊന്നും എനിക്കില്ല. എന്റെ വൈഫ് എന്നെ സഹായിക്കും, അല്ലാതെ എന്റെ കാര്യം ഞാൻ തന്നെ നോക്കുന്നത്. കഥ ആദ്യം അവർ പറയട്ടെ, കഥ പറയും, നല്ല ക്യാരക്ടറാണ് നോക്കിയിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. വരുന്നുണ്ട്, സിനിമകൾ വരുന്നുണ്ട്. ഇപ്പൊ ദാസേട്ടൻ വഴി തുറന്ന് കൊടുത്ത കുറെ ആൾക്കാരുണ്ടാവും. അതെ അതെ. ഇപ്പൊ കഴിഞ്ഞൊരു ഇന്റർവ്യൂല് ഒരു ഡിബേറ്റ് പോലെ പോയത് കണ്ടു ഞാൻ. അവര് പറയുന്നുണ്ട് അത് അവരുടെ കഴിവുകൊണ്ട് കയറിയതാണ്, ദാസേട്ടൻ കൊടുത്ത ഒരു ഓപ്പണിംഗിലായിരിക്കില്ല എന്ന് പറയുന്നിട്ട്. ദാസേട്ടൻ എന്താ തോന്നുന്നത്? ദാസേട്ടൻ കൊടുത്ത ഒരു ഓപ്പണിംഗിലായിരിക്കും ഇവർക്കെല്ലാം ഒരു വഴി ഉണ്ടായത്? ഒരു കഴിഞ്ഞൊരു ഇന്റർവ്യൂല് കുറച്ചൊരു ഡിബേറ്റ് ആയിട്ട് കണ്ടൊരു സാധനം. ഇല്ല, അങ്ങനൊന്നുമില്ല. നമ്മൾ ചെയ്ത കാര്യം വിളിച്ചു പറയാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല. എന്റെ അക്കൗണ്ട് എടുത്ത് താഴോട്ട് നോക്കി കാണാം, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എന്നോട് അഭിനയിച്ചാലും കാണാം. ആ റീലിന്റെ മുകളിൽ അമർത്തി കഴിഞ്ഞാൽ ഡേറ്റും കാണാം. എന്തായാലും അഭിനയിച്ച് 2-3-4 ദിവസം കൊണ്ടൊക്കെ റീല് പോസ്റ്റ് ചെയ്യുന്നത് അതറിയാം. അതിൽ ഒരു ചാലഞ്ചിലൊന്നും ഞാൻ ഇല്ല. എന്താ വെച്ചാൽ എനിക്ക് വിശ്വാസമുണ്ട്. നന്ദി കാണിക്കാറുണ്ടോ എല്ലാവരും? ഞാൻ പറഞ്ഞല്ലോ, വിളിക്കാറുണ്ട്. പിന്നെ അങ്ങനെ ആരും നന്ദി കാണിക്കാത്ത ആൾക്കാരങ്ങനൊന്നുമില്ല. എല്ലാവരും വിളിക്കാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്, ചെയ്യാറുണ്ട്. പക്ഷെ വേറെ വിഷയത്തിൽ ലേഡീസ് ആകുന്ന സമയത്ത് അത് ലേഡീസിന് പൊതുവെയുള്ള മോശമായിട്ട് ലേഡീസിനെ മോശമായി പറയല്ലേ, അത് പൊതുവെ ഒരു വികാരമാണ്. ഒരു 5-6 ആൾക്കാർ എന്നോട് അഭിനയിച്ച് കഴിഞ്ഞാൽ 6ാമത് ആൾ വരുമ്പം 2-3 ആൾക്ക് മുമ്പ് അഭിനയിച്ച ആൾക്കാർ അതെന്താ അങ്ങനെ ഒരാളെ വെച്ച് മാത്രം ഞാൻ റീൽസ് മൊത്തം അങ്ങനെ ആദ്യം ഒരാളെ മാത്രം എൻ്റെ റീൽസ് കാണില്ല, എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കും. അങ്ങനെ ആളെ ഒരാളെ വെച്ച് 20-25 റീൽസ് ഇതുവരെ എടുത്തില്ല. ഏറെ വന്ന 2-3 മാക്സിമം. എല്ലാവർക്കും പിന്നെ കൃത്യമായിട്ട് ഒരു അമ്മയോ അച്ഛനോ ആങ്ങളമാരോ ആരെങ്കിലും ഇവരെ കൂടെ ഉണ്ടാവും. രാവിലെ ഒരു 7 നേരത്തെ തുടങ്ങും, 7:30 ഷൂട്ട് തുടങ്ങി 5 മണിയാകുമ്പോൾ ബാക്കപ്പ്. ഇവർക്ക് ആ സമയം ചായയും ചോറൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കും. അതിന് എനിക്ക് കോഴിക്കോടുകാരനല്ലേ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ പിശുക്കൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇനി ലൈഫിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പിശുക്കുണ്ടാവാതിരിക്കട്ടെ. എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വരട്ടെ, ആഗ്രഹിച്ചതൊക്കെ നേടാൻ പറ്റട്ടെ, നമ്മളെ മാറ്റി നിർത്തിയവരുടെ അടുത്തൊക്കെ നമുക്ക് വിജയിച്ച് കാണിക്കാം. ഓക്കെ, എന്തായാലും ഭയങ്കര സന്തോഷം. ഇത്രയും നേരം നമുക്ക് തന്നതിൽ ഒരുപാട് നന്ദി. ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം നമ്മളെല്ലാ ചങ്കുകൾക്കും എൻ്റെ നല്ലൊരു നമസ്കാരം. ഇനി വരുന്ന സംരംഭങ്ങളിൽ തിയേറ്ററിലൊക്കെ സിനിമകളിലൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം പൊളിക്കുക ചങ്കടെ പൊളിച്ചെടുക്കുക. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert.